ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ്. ഞാൻ വീട്ടിൽ വന്നിട്ടുള്ള ഇവിടെ കുറച്ചുള്ള സംഭവമായിരുന്നു കാണിക്കരുത്. പക്ഷേ അതല്ല, വന്നപ്പോൾ തന്നെ ഒരു ഷോക്കിംഗ് ന്യൂസിലാണ് ഞാൻ ലാൻഡ് ചെയ്തത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ മറ്റേ ക്ലിക്ക് ബെയ്റ്റ് ഒന്നുമല്ല, ശരിക്കും നടന്ന സംഭവമാണ്. ഞാൻ ആക്ച്വലി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലൈവ് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഓൺലൈൻ സ്കാമിനെ കുറിച്ചുള്ളത്, നമ്മളെ വിളിച്ച് പറ്റിക്കലും FBI എന്ന് പറയുന്നതിലും നമുക്ക് ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. സോ അതിനു വേണ്ടി വീഡിയോ കോൾ വരെ അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് വരെ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് അത് സംഭവിച്ചു, ആ ഒരു സ്കാം. ആൻഡ് ഇറ്റ് ഇസ് സോ ഷോക്കിംഗ്. നമുക്ക് സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഒരു സംഭവം നമുക്ക് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആർക്കെങ്കിലും സംഭവിക്കുമ്പോൾ ഇറ്റ്സ് ട്രൂലി ഷോക്കിംഗ്. സോ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുമോ, ബിക്കോസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഓൺലൈൻ സ്കാമിനെ കുറിച്ച്. പോകുന്നതിന് മുമ്പ് ഞാൻ എനിക്കും ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് അല്ലെങ്കിൽ സ്നാക്ക് എന്നുള്ള പറയാം, വളരെ എളുപ്പമാണ്. സോ ഇത് നമ്മുടെ അഗാരോന്റെ ബ്ലെൻഡർ ഞാൻ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്യാം, ആൻഡ് 3 ടൈപ്പ് കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത്. സോ ഇത് ആക്ച്വലി പ്രിയയുടെ ബദാമിനെ അടിച്ചു മാറ്റിയാണ്. പ്രിയയുടെ ബദാമിനെ അടിച്ചു മാറ്റിയതാ. ഞാൻ ചൈനയിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ബദാമൊക്കെ സ്റ്റോക്ക് ഇല്ല. സോ ഇത് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ ഈ കണ്ടെയ്നറിലേക്ക് ഇടുക. കണക്കൊന്നുമില്ല കേട്ടോ, ബദാമൊക്കെ എത്ര പോയാലും കുഴപ്പമില്ല, എസ്പെഷ്യലി ബാക്കിയുള്ളവരുടെ ആണെങ്കിൽ. ഓക്കെ, സോ ബദാം അങ്ങനെ ഇടുക. ആൻഡ് ദെൻ ഇത് കുറച്ച് റോസ്റ്റഡ് വാൾനട്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കാഷ്യൂ എന്ത് വേണമെങ്കിലും ഇടാം, പക്ഷെ എനിക്ക് വാൾനട്ടിന്റെ ഫ്ലേവർ ആയിരുന്നു ഇഷ്ടം. അപ്പൊ കുറച്ച് വാൾനട്ട് ഇടുക. പിന്നെ കുറച്ച് ഒരു 1/2 കപ്പ് ഓഫ് ഷുഗർ. അല്ല, ആദ്യം നമുക്ക് ഇത് അടിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നുള്ള. ഓക്കെ, സോ ഫസ്റ്റ് ഒന്ന് അടിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ തുറന്ന് ഇത് കുറച്ച് സ്മൂത്ത് ആവരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് എന്താ പറയുന്നത്, ടെക്സ്ചർ ആയിരിക്കണേ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഷുഗർ ഇടുക, കുറച്ച് മതി, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇടാം. ആൻഡ് ഒരു പിഞ്ച് ഓഫ് ട്യൂമറിക് ഇടുക, ആ കളറിന് വേണ്ടി ട്യൂമറിക് ഇടുക. വേണമെങ്കിൽ സാഫ്രനും ഇടാവേ. സോ ഫൈനലി നമുക്ക് ഇതുപോലെ ഒരു ഹോം മെയ്ഡ് പൊടി കിട്ടുവേ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഭയങ്കര ടേസ്റ്റ് ആട്ടാ. നിങ്ങൾ ഇങ്ങനെ തന്നെ കഴിക്കാം, പക്ഷെ ഇങ്ങനെ തന്നെ കഴിക്കരുത്. അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയോ, ഞാൻ കാണിച്ചു തരാം. ഇവരുടെ നെക്സ്റ്റ് ജാർ ഉണ്ട്, ഇത് ബ്ലെൻഡ് ആണ്. അപ്പൊ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നോക്കിക്കാം. സോ ഇത് നമ്മുടെ അടുത്ത ജാറിലേക്ക് ഇടുവാണ്. 2 സ്പൂൺ. ഇത് ആക്ച്വലി ചൂട് പാലിനെയും കൂടെ കുടിക്കാം, ബട്ട് ഈ ചൂടത്ത് എനിക്ക് തണുത്ത പാലിനാണ് ഇഷ്ടം. ഇതൊരു 3 സ്പൂൺ ഇടാം, വേണമെങ്കിൽ 4 സ്പൂൺ ഇടാം. നല്ല റിച്ച് സ്നാക്ക് ആയിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണ്. ഇതിന്റെ എന്നിട്ട് നെക്സ്റ്റ് പോസിറ്റീവ് തിങ് എന്താണെന്ന് അറിയോ, നമുക്ക് ഇതെവിടെ ഇത് ബ്ലെൻഡ്. എന്നിട്ട് ഈ ഒരു ജാർ ഉണ്ടല്ലോ, ഈ ഒരു ജാറിൽ തന്നെ നമുക്ക് ഇവരുടെ വേറെ ലിഡ് ഉണ്ട്, അതിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ നമ്മുടെ ബദാം മിൽക്ക് റെഡി, ബദാം മിൽക്ക് ഷേക്ക് റെഡി, ഹോം മെയ്ഡ് ബദാം മിൽക്ക് ഷേക്ക്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാണ്. ആൻഡ് നമുക്ക് ഇവരുടെ കൂടെ സിപ്പറും വരും, അതുപോലെ തന്നെ സ്ട്രെയിനറും വരും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്ട്രെയിനർ ആയിട്ട് എടുത്ത് നമുക്ക് തരിതരി ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെയും കുടിക്കാം. എനിക്ക് പക്ഷെ അത് ഇഷ്ടമാണ്. സോ ഞാൻ ഇതിലിങ്ങനെ അടിച്ചിട്ട് നമ്മുടെ എല്ലാ ആകാരവും ഉണ്ട്, എല്ലാം ഇത് ഫുൾ സെറ്റ്. അതാണ് സ്റ്റോറേജും ചെയ്യാം, സ്ട്രെയിനും ചെയ്യാം, കുടിക്കും ചെയ്യാം, എല്ലാത്തിനും നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ ഉപയോഗിക്കണ്ട. അടിപൊളി. ബദാം ഷേക്ക് ഇഷ്ടമുള്ളവർക്ക് വെറുതെ പോയി പൊടിയും സിന്തറ്റിക് ഉള്ള സാധനങ്ങളൊന്നും വാങ്ങണ്ട, ഇങ്ങനെ തുറന്ന് അടുത്തെടുത്താൽ മതി. ഭയങ്കര നല്ല സംഭവമാണ്, ഭയങ്കര പോർട്ടബിൾ ആണ്, ഈസി ടു യൂസ് ആണ്. മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ഐസ് ഇടണം, അത് കുഴപ്പമില്ല, വലിയ റേറ്റും ഇല്ല. സോ എന്തായാലും ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് ആമസോണിലൊക്കെ കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇത്. അപ്പൊ ഞാൻ ഡാഡിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഡാഡിയുടെയും പ്രിയയുടെയും കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം എന്താ സംഭവിച്ചെന്നുള്ളത്. കാരണം എനിക്കും ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഇല്ല, പക്ഷെ സ്കാം ആയി എന്നുള്ളത് ഉറപ്പാണ്. എന്തായി എന്റെ 30,000 രൂപ പോയി. അപ്പൊ ആദ്യമൊക്കെ പ്രിയ മറ്റേ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ കുറച്ചൊക്കെ ഭയങ്കര പോസ്റ്റിംഗ് ആയിരുന്നു. എന്താ നടന്നത് വിശ്വസിച്ചില്ല, എന്താണെന്ന് ഡാഡി തന്നെ പറയും. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ പറ്റിക്കപ്പെടുന്നതിനെ കുറിച്ച്.
പക്ഷെ ഒരു കാര്യം പറയട്ടെ, പെട്ടെന്ന് നമുക്ക് സംഭവിക്കും, നമ്മൾ ഇതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനാണ് എന്റെ വീഡിയോസ് കാണണം എന്ന് പറയാം. എന്താ സംഭവിച്ചെന്ന് പറയാം ഡാഡി. വാട്സാപ്പിൽ കാള് വന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കോളാണോ വന്നത്? വാട്സാപ്പിൽ കോളല്ല, എന്റെ message. ആദ്യം ഒരു മെസ്സേജ് വന്നത് ക്യാൻ യു ഹെൽപ്പ് മീ എന്നും പറഞ്ഞാട്ടോ. ഓക്കെ ക്യാൻ യു ഹെൽപ്പ് മീ ഓക്കെ ഫോർ എ സ്മോൾ ഹെൽപ്പ്, വാട്സാപ്പിൽ സ്മോൾ ഹെൽപ്പ്. ആ അപ്പം ഞാൻ പറഞ്ഞ അവൻ്റെ ഫോട്ടോ സഹിതമാണ് വാട്സാപ്പ് വന്നത്, ഓക്കെ. ആ ഡാഡിയുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ കാരണം പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് ചെയ്തത്. വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വാട്ട് ഹെൽപ്പ് ടു ഹൂം ഐ ഷുഡ് സെൻഡ് ദ മണി എന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ. അല്ല പുള്ളി പൈസ ചോദിച്ചോ? ആ What ക്യാൻ യു ഹെൽപ്പ് മീ, എന്ത് പറഞ്ഞു? ക്യാൻ യു സെൻഡ് സം മണി ടു മൈ ഫ്രണ്ട്. ഓ അയാളുടെ അക്കൗണ്ടിലേക്ക് അല്ല. അല്ല ടു മൈ സംഭവം ഞാൻ പറയാം. ഡാഡി പറയട്ടെ. അല്ല, ഡാഡിയുടെ ഫ്രണ്ട് ആദ്യം ഡാഡിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചത് ക്യാൻ യു ഹെൽപ്പ്, ഡാഡി പറയട്ടെ. ക്യാൻ യു ഹെൽപ്പ് മീ. ആ ഞാൻ പറഞ്ഞു യെസ്. ഓക്കെ വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു. ഓക്കെ ഐ ഹാവ് ടു യു പ്ലീസ് സെൻഡ് മീ സം മണി ഓക്കെ on my behalf ഓക്കെ because the money is not going from my phone. ഓക്കെ I have come with my family. ഓക്കെ I am in a trouble. ഓക്കെ Please send the money immediately. ഓക്കെ. ഇതൊക്കെ ഡാഡിക്ക് ആ ഫ്രണ്ടിന്റെ വാട്സാപ്പ് അക്കൗണ്ടിൽ നമ്പറിനാണ്. മെസ്സേജിലാണ് വന്നത്. ഓക്കെ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡിയുടെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്ന് വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നു, കുറച്ച് പൈസ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുവോ, കാരണം പുള്ളിക്ക് പൈസക്ക് അത്യാവശ്യമുണ്ട്, പുള്ളിയുടെ അക്കൗണ്ട് എന്തോ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു. അതാണ് സംഭവം. ഫ്രണ്ടും ആ ഫ്രണ്ടിന്റെ കുടുംബമായിട്ട് എവിടെയോ ആണ്. അപ്പൊ ആ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നില്ല. അപ്പോ ഞാനൊരു നമ്പർ തരാം, അവരെ എനിക്ക് മടക്കി അയച്ചു തരാമെന്നും പറഞ്ഞു. ഐ വിൽ റീഫണ്ട് ടുമോറോ മോർണിംഗ് എന്നും പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ റിപ്ലൈ അയച്ചു, എത്ര പൈസ ടു ഹൂം ഐ ഷുഡ് സെൻഡ് ആൻഡ് വാട്ട് എമൗണ്ട് എന്ന് ചോദിച്ചു. ഡാഡിയെ വിളിച്ചൊന്നുമില്ല. വിളിച്ചു അയാളെ വിളിച്ചപ്പോൾ ഐ ആം ബിസി, ഐ വിൽ കോൾ യു ലേറ്റർ എന്നും പറഞ്ഞ് അയാൾ റിപ്ലൈ ചെയ്തു. പക്ഷേ ഡാഡി വിളിച്ചത് വാട്സാപ്പിൽ കൂടെ തന്നെയാ. കാരണം ഞാൻ അങ്ങേരുടെ ഫോൺ നമ്പർ വിളിക്കുന്നു, അത് എൻഗേജ്ഡ് ആണ്, ഓക്കെ ഓക്കെ. അത് കിട്ടുന്നില്ല. ഓക്കെ അപ്പം ഞാൻ ഈ വാട്സാപ്പിൽ തന്നെ അങ്ങേരെ വിളിച്ചു. ഓക്കെ വിളിച്ചപ്പോൾ ഇല്ല, കട്ട് ചെയ്തില്ല. വിളിച്ചപ്പോൾ പറഞ്ഞു ഐ ആം വെരി ബിസി, ഐ വിൽ കോൾ യു ലേറ്റർ, യു സെൻഡ് ദ മണി ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു. മെസ്സേജ് അയച്ചു. എല്ലാം മെസ്സേജാണ്. ഓക്കെ. അപ്പോൾ 15,000 റുപ്പീസ് വേണമെന്ന് 15,000. 15,000. ഓക്കെ. ഞാൻ 15,000 റുപ്പീസ് അയാൾ ഒരു അഡ്രസ് അയച്ചു തന്നു, നമ്പറും പേരും ഒക്കെ. ഓക്കെ ഓക്കെ. ജയപ്രകാശ് ഗുപ്ത ആണ് പേര്, എന്നിട്ട് ഗൂഗിൾ നമ്പർ ഞാൻ അത് അയച്ചു. അപ്പൊ ഞാൻ അയച്ചു എന്ന് ബോധ്യപ്പെടുത്തണ്ടേ എന്റെ ഫ്രണ്ടിനെ, അതുകൊണ്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു അവന്. അത് കഴിഞ്ഞ് അവൻ താങ്ക് യു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ക്യാൻ യു സെൻഡ് അനദർ 15,000 റുപ്പീസ്, ഐ ആം ഇൻ ട്രബിൾ ബിക്കോസ് ഐ ആം വിത്ത് മൈ ഫാമിലി എന്ന് പറഞ്ഞു. അപ്പൊ ഡാഡി നോർമൽ ആയിട്ട് വിളിച്ചു നോക്കില്ല, വാട്സാപ്പിൽ കൂടെ വിളിച്ചിട്ട് അത് എൻഗേജ്ഡ് ആണ്, നോർമൽ കാള്. അത് എൻഗേജ്ഡ് ആയത് എന്തുകൊണ്ടാണെന്ന് ഇന്നലെ അങ്ങേര് വിളിച്ചപ്പോ അപ്പൊ ഞാൻ പിന്നെയും ഒരു 15,000 റുപ്പീസ് അയച്ചു. അതിന്റെ ഈ സ്ക്രീൻഷോട്ട് അയച്ചു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അയാൾ താങ്ക് യു പറഞ്ഞിട്ട് ഞാന് മെസ്സേജില് 6 ഡിജിറ്റ് ഒരു നമ്പർ അയച്ചിട്ടുണ്ട്, അത് ഇമ്മീഡിയറ്റ്ലി യു ഫോർവേഡ് ടു മീ എന്ന് പറഞ്ഞു. OTP ചോദിച്ചിരിക്കുന്നു. ആദ്യമേ 15,000 വാങ്ങി, പിന്നെയും 15,000 വാങ്ങി, അത് കഴിഞ്ഞിട്ട് OTP ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഞാനും പ്രിയയും കൂടെ ചേർന്ന് മെസ്സേജിൽ നോക്കിയിട്ട് അല്ല, എന്താ സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ എല്ലാ ദിവസം വൈകുന്നേരം ഇവിടെ വരുമല്ലോ, ഡാഡി ഇവിടുന്ന് പൈസ അയച്ചുകൊണ്ടിരിക്കുക ഞാൻ വരുമ്പോ. എന്നിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ ചിരിക്കും, അന്നത്തെ ദിവസം അനുഭവിച്ച ടെൻഷൻ അറിയാം. എന്നിട്ട് ഞാൻ വന്നപ്പോ ഡാഡി പറഞ്ഞു, ഇതാ എന്റെ ഫ്രണ്ടാണ്, ഇങ്ങനെ പൈസ ചോദിച്ചു, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്റെ അടുത്ത് ഒരു 6 ഡിജിറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, അതെനിക്ക് കാണുന്നില്ല മെസ്സേജിൽ നിന്ന്, അതായത് വാട്സാപ്പില്. അപ്പൊ ഞാൻ നോക്കിയിട്ട് 6 ഡിജിറ്റ് നമ്പർ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ ഞാൻ ടൈപ്പ് ചെയ്തു പുള്ളിക്ക്. ഞാൻ പറഞ്ഞു വേറെ അതായത് ഫ്രണ്ടിന്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു വേർ ഇസ് 6 ഡിജിറ്റ് നമ്പർ, ഐ കാൺ ഫൈൻഡ് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞു ഐ ഹാവ് സെൻഡ് ഇറ്റ് ത്രൂ മെസ്സേജ് എന്ന്. മെസ്സേജിലാണ് അയച്ചിരിക്കണേ, SMS ആയിട്ട്. അപ്പൊ ഞാൻ SMS പോയി.
SMS പോയപ്പോ പ്രിയ അത് അയച്ചു കൊടുത്തു, ഡാഡിയുടെ ബാങ്ക് അക്കൗണ്ട് കാലിയായി. ഇല്ല, SMS പോയപ്പോ അവിടെ ഇങ്ങനെ നമ്പർ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും ഓരോ പ്രാവശ്യം അയാള്. അത് ഇത്രയും മിനിറ്റ് കഴിയുമ്പോ അത് അപ്പൊ ഓൾറെഡി ഡാഡി പറഞ്ഞു ഇങ്ങനെ എന്റെ ഫ്രണ്ട് പൈസ ചോദിച്ചു, ഞാൻ അയച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ പിന്നെ 6 ഡിജിറ്റ് നമ്പർ ഞാൻ നോക്കിയപ്പോ 6 ഡിജിറ്റ് നമ്പറിന്റെ മേലെ ഇംഗ്ലീഷും അല്ല, വേറെ ഒരു ഭാഷ, അല്ലാത്തൊരു ഭാഷ. എനിക്ക് ഇംഗ്ലീഷിൽ അത് വായിക്കാൻ പറ്റുന്നില്ല. അതൊരു കന്നഡ തെലുങ്ക് മാതിരിയുള്ള അക്ഷരങ്ങൾ. അതൊരു അവരുടെ ഒരു കോഡ് നമ്പർ ആയിട്ടാണ്, കോഡ് നമ്പറാണ്. അപ്പൊ എനിക്ക് അത് വായിച്ചാലല്ലേ 6 ഡിജിറ്റ് നമ്പർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ധൃതിയിലും ആയിരുന്നു ആ സമയത്ത്. ഞാൻ എന്ത് ചെയ്തു, എനിക്കത് അയാൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കി എന്നാ പറയണേ. പക്ഷെ എനിക്ക് ഈ ഡാഡിയുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് അങ്ങനെയോട് ഫോർവേഡ് ചെയ്ത് ഈ വാട്സാപ്പിലേക്ക് അയച്ചു. ഇയാൾ ചോദിച്ച വാട്സാപ്പിലേക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലല്ലോ. പക്ഷെ ഞാൻ അയച്ച സമയത്തേക്ക് അതിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു അഗൈൻ ഐ ഹാവ് സെൻഡ് വൺസ് മോർ, പ്ലീസ് സെൻഡ് ഇറ്റ് അഗൈൻ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്ത ഒരു ഡൗട്ട്, പൈസ കൊടുത്തല്ലോ, ഈ 6 ഡിജിറ്റ് നമ്പർ എന്തിനാണ് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം എനിക്കൊരു ഡൗട്ട് തോന്നി. എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് എനിക്ക് ആ മനസ്സിൽ വന്ന ഞാൻ നേരത്തെ ഫോർവേഡ് ഒക്കെ ചെയ്ത മെസ്സേജസ് ഉണ്ടല്ലോ വാട്സാപ്പ്, വേഗം ഞാൻ അതൊക്കെ പോയി നോക്കി. അത് ബ്ലോക്ക് ചെയ്യുക, ഇത് ബ്ലോക്ക് ചെയ്യുന്നൊക്കെ ഉള്ള മെസ്സേജസ് ഉണ്ടല്ലോ വാട്സാപ്പ്. ആ സമയം കൊണ്ട് ഇയാളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, അയക്കി പ്ലീസ് അയക്കി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഡാഡിയുടെ വാട്സാപ്പിൽ എല്ലാം ഓൺ ചെയ്തിട്ടു. ഓൺ ചെയ്തല്ലേ, സെക്യൂരിറ്റി സെറ്റിങ്സ് എല്ലാം ഓൺ ചെയ്തിട്ടു. ആ സമയത്ത് ഓൺ ചെയ്ത് ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഡൗട്ട് തോന്നിയേ. അതെ, ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ വാട്സാപ്പിൽ കുറച്ച് ഓൺ ചെയ്യേണ്ട സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് അടിച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ചേർക്കാം. എല്ലാവരും അത് ആക്ടിവേറ്റ് ചെയ്താണ് കേട്ടാ. ഓൺ ചെയ്തിട്ടിട്ട് എനിക്കൊരു ഡൗട്ട്, ഹാക്കായതാണോന്ന്. ഞാൻ പറഞ്ഞു ഡാഡി ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഈ 6 ഡിജിറ്റ് നമ്പർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല, പുള്ളിക്കാരനെ ഒന്ന് നേരിട്ട് വിളിക്കുക, വാട്സാപ്പിൽ കൂടെ വേണ്ട, ഫോൺ വിളിച്ചിട്ട് ചോദിക്ക്. ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചേ, സാറേ എനിക്ക് നാളെ തന്നെ 30,000 രൂപ അയച്ചു തരുമോ? ഡാഡി വിളിച്ചപ്പോൾ എടുത്തു. നേരത്തെ വിളിച്ചില്ല, ഇപ്പൊ നോർമൽ നമ്പറിൽ എടുത്തു. നേരത്തെ വിളിച്ചപ്പോ എൻഗേജ്ഡ് ആയിരുന്നു, കാരണം ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളോട്. അതുകൊണ്ട് ആ ഫോൺ എൻഗേജ്ഡ് ആയി. ആ സമയത്ത് പുള്ളി ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു എന്റെ 30,000 രൂപ ഞാൻ നാളെ തന്നെ എനിക്ക് അയച്ചു തരണേന്ന് ഞാൻ പറഞ്ഞു. ഏത് 30,000 രൂപ? ഞാൻ പറഞ്ഞു സാറിനല്ലേ ഞാൻ ഇപ്പൊ അയച്ചു തന്നത്, ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അയ്യോ മോഹന, എന്റെ ഫോണുകള് ഹാക്ക് ചെയ്തതാണ്, എന്തിനാ അയച്ചു കൊടുത്ത? വേറെയും 2 പേർക്ക് അയാള് വാങ്ങിച്ചു. അപ്പൊ ഈ ഫ്രണ്ടിന്റെ കോണ്ടാക്ട് എനിക്കൊന്ന് ഫോൺ ഹാക്ക് ചെയ്തിട്ട് വാട്സാപ്പ് മെസ്സേജസിലുള്ളവർക്കൊക്കെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. പുള്ളി വാട്സാപ്പ് ആണ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഡാഡിയുടെ അടുത്ത് 6 ഡിജിറ്റ് നമ്പർ ചോദിച്ചല്ലോ, ആ 6 ഡിജിറ്റ് നമ്പർ ഞാൻ അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഡാഡിയുടെ വാട്സാപ്പ് അയാൾ ഹാക്ക് ചെയ്തേനെ. അപ്പൊ എന്നിട്ട് എനിക്ക് ഉടനെ ഒരു മെസ്സേജ് വന്നു, ഇന്ന നമ്പറിന്ന് ഈ ഫോണിലേക്ക് വാട്സാപ്പ് യൂസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, അലൗ ഓർ ഡോണ്ട് അലൗ എന്ന്. ആ ഒരു ഓപ്ഷൻ വന്നത് എന്തുകൊണ്ടാ, ഞാൻ ഇതെല്ലാം സെക്യൂരിറ്റീസ് ഓൺ ചെയ്തുകൊണ്ട് ഞാൻ വേഗം ഡോണ്ട് അലൗ കൊടുത്തു. അപ്പോഴത്തേക്കും പ്രിൻസ് വന്നു. പ്രിൻസിനോട് ഈ കാര്യം പ്രിൻസ് എന്ത് പറഞ്ഞ് 6 ഡിജിറ്റ് നമ്പർ റോങ് ആയിട്ട് അയച്ചു, 1 2 3 4 6. അതെന്താന്ന് വെച്ചാൽ അവനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കാൻ. അതും കഴിഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക 6 ഡിജിറ്റ് നമ്പർ. അപ്പൊ ഇയാൾക്ക് അറിയാം, സൈബറിൽ പോയി പരാതി കൊടുക്കണം. അതുവരെ ഇവന്റെ ഫോൺ ഇവനെ എൻഗേജ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ഓരോ റോങ് 6 നമ്പർ അവൻ അവസാനം ദേഷ്യം വരുന്നു. നിങ്ങൾ തെറ്റിയ OTP പ്രിൻസ് ഇവിടെ വന്നിട്ട് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പറഞ്ഞ് അയച്ചോണ്ടിരിക്കുക പ്രിൻസ്. എന്നിട്ട് ഞാൻ വേഗം ബാങ്ക് വിളിച്ചിട്ട് പറഞ്ഞു ഡാഡിയുടെ അക്കൗണ്ടും ഡെബിറ്റ് കാർഡും ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ബാങ്കുകാരോട് കേസ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഫയൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ എനിക്ക് 1903 സൈബർ സെല്ലിന്റെ
നമ്പർ എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു പൈസ പോയി ബാങ്കിൽ നിന്ന് അപ്പൊ തന്നെ പോയി. അല്ല വേറെ എമൗണ്ട് ഒന്നും എടുത്തില്ലല്ലേ, ഡാഡി കൊടുത്ത എമൗണ്ട് മാത്രമേ പോയുള്ളൂ. ഓക്കെ. എന്നിട്ട് ഈ 1903 വിളിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്യുന്നല്ലേ, എൻഗേജ്ഡ്. അവസാനം അവർ ഇങ്ങനെ വച്ചോണ്ടൊന്നും കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞ് ഞാനും ഡാഡിയും പ്രിൻസും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ കാര്യം പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു സൈബർ സെല്ലിൽ പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ എന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും സൈബർ സെല്ലിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി ആയപ്പോ സൈബർ സെല്ലിന്ന് തിരിച്ചു കോള് വന്നു. എന്നുവെച്ചാൽ ഇത്രയും നേരം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ തിരിച്ചു കോള് വന്നിട്ട് ഞാൻ സൈബർ സെല്ലിൽ നിന്നാണ്, എന്താണ് ചോദിച്ചു. അപ്പോ ആ സമയത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ കാര്യങ്ങൾ ഫോൺ നമ്പറും സ്ക്രീൻഷോട്ടൊക്കെ ചോദിച്ചു, പൈസ അയച്ചതിന്റെ ഏത് നമ്പറിലേക്ക് എല്ലാം ചോദിച്ചു. എന്നിട്ട് സൈബർ സെല്ലിൽ ഒരു ഇമെയിൽ ID ഉണ്ട്, അതിലും കൂടെ രജിസ്റ്റർ ചെയ്ത് ഇടാൻ പറഞ്ഞു. പ്രിൻസ് ലാപ്ടോപ്പ് വഴി അതും രജിസ്റ്റർ ചെയ്തിട്ടു. ഞാൻ ഫോൺ വഴി ഡീറ്റെയിൽസും പറഞ്ഞെല്ലാം കൊടുത്തു. കിട്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. പിറ്റേ ദിവസം ഒരു മെസ്സേജ് വന്നു, യുവർ കംപ്ലൈന്റ് ഈസ് രജിസ്റ്റേർഡ്, യു കോണ്ടാക്ട് ദ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ഫോർ ഫർദർ എൻക്വയറി എന്നും പറഞ്ഞു കോള് വന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ചെന്നു, വിവരം പറഞ്ഞു. അവർ പറഞ്ഞു 1930 വിളിച്ചാലേ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അവിടെ വിളിച്ചിട്ടുണ്ട്, അപ്പം നോക്കട്ടെ എന്നും പറഞ്ഞു. അതിന് കഴിഞ്ഞിട്ട് സൈബർ സെല്ലിന് എനിക്കൊരു കോള് വന്നു. അയച്ചു കൊടുത്തവൻ്റെ സ്ക്രീൻഷോട്ടും ഫോൺ നമ്പറും കൂടെ അയച്ചു തരാൻ. അവൻ്റെ സ്ക്രീൻഷോട്ടിൽ തന്നെ ഫോൺ നമ്പറും ഉണ്ട്, അവൻ്റെ പേരും ഉണ്ട്, എല്ലാം ഉണ്ട്. അതും അയച്ചു കൊടുത്തു. അത്രയും ചെയ്തു. പിന്നെന്ത് പറ്റിയെന്നറിയോ, ഞാൻ പറഞ്ഞു മറ്റേ ഫ്രണ്ടിന്റെ അടുത്ത് ഡാഡി വിളിച്ചു പറ, പുള്ളി സൈബർ സെല്ല് പുള്ളിയുടെ അല്ലേ ഹാക്ക് ചെയ്തത്. പുള്ളിയെ വിളിച്ചപ്പോ പുള്ളി പറയാ ഇതുപോലെ പുള്ളിയുടെ വേറെ 3-4 പേരും പൈസ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തില് 10 മിനിറ്റില് 10-15 മിനിറ്റില് 10-2-3 പുള്ളിയുടെ ഡോക്ടർ അയാളെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇത് അച്ഛൻ്റെ ഫോൺ ഹാക്ക് ചെയ്തെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ആർക്കും എല്ലാവർക്കും പരിചയമുള്ളവർക്കൊക്കെ ഉടനെ തന്നെ മെസ്സേജ് അയച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങേര് എല്ലാവർക്കും മെസ്സേജ് അയച്ചു. അതാണ് മെസ്സേജ് അയച്ചു, ഫോൺ ചെയ്ത് പറഞ്ഞു. അതാണ് ഞാൻ വിളിച്ചപ്പോൾ അങ്ങേരുടെ ഫോണ് ബിസി ആയിരുന്നത്. അപ്പൊ ഞാൻ ഡാഡിയുടെ ഫോണിൽ ആ സെറ്റിംഗ്സ് ഓൺ ചെയ്തില്ലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം എനിക്കും അനുവിനും ദില്ലുവിനും ഇന്ദ്രേട്ടനും ഒക്കെ മെസ്സേജ് പോയെന്നെ. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ അവര് തരാതിരിക്കില്ലല്ലോ. ഡാഡി ഒന്ന് പറഞ്ഞായിരുന്നെങ്കിലോ, എനിക്കിങ്ങനെ വയ്യ, എനിക്ക് വേഗം ഞാൻ ഹോസ്പിറ്റലാണ്, എനിക്ക് കുറച്ച് പൈസ ഇവിടെ നിൽക്കുന്ന ബൈ സ്റ്റാൻഡറിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അയച്ചു കൊടുക്കില്ലേ? അപ്പൊ ഇതില് ബേസിക്കലി എനിക്ക് മനസ്സിലായത്, നിങ്ങള് ഇത് വന്നു കഴിഞ്ഞാൽ പേഴ്സണലി ആളെ വാട്സാപ്പ് കോൾ അല്ല, ഫോൺ വിളിച്ച് വെരിഫൈ ചെയ്യാതെ, അല്ലെങ്കിൽ പുള്ളിയുടെ ഇപ്പം ഡാഡി ആണെങ്കിൽ മമ്മീനെ വിളിച്ചോ അങ്ങനെ അടുത്തുള്ള ആരെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്യാതെ ആർക്കും പൈസ ഇട്ട് കൊടുക്കരുത്. വാട്സാപ്പ് മെസ്സേജ് വന്നു പറയുന്നത് OTP കൊടുക്കരുത് എന്നുള്ളത് വളരെ കോമൺ സെൻസാ, അത് ഇവർ ഇഗ്നോർ ചെയ്തു. OTP ആർക്കും OTP കൊടുക്കരുത് എന്നുള്ളത് വളരെ കോമൺ ആണ്. പിന്നെ സൈബർ സെല്ലിൽ പോയാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവ്, കാരണം ലക്ഷക്കണക്കിനുള്ള സ്കാംസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതില് പ്രതീക്ഷ തിരിച്ചു കിട്ടുമെന്ന് കൊടുക്കരുത്. പക്ഷെ അവിടെ ഡ്യൂട്ടി ആയിട്ട് വീട്ടിലിരുന്ന് അതിലൊന്ന് രജിസ്റ്റർ ചെയ്തിടുക, സോ ദാറ്റ് എപ്പോഴെങ്കിലും അതിനൊരു ആൻസർ കിട്ടി എന്നുള്ളത്. സോ അതിനായിട്ട് പോലീസ് സ്റ്റേഷനിലും പറഞ്ഞ് കിട്ടാൻ സാധ്യത കുറവാ, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. അവരെന്താന്ന് ചെയ്യുന്ന വെച്ചാല് അവന്റെ അക്കൗണ്ടിലേക്കല്ലേ പോയത്, അപ്പൊ തന്നെ അവന്റെ ഫ്രണ്ടിലെ അക്കൗണ്ടിലേക്ക് അത് മാറ്റും. അങ്ങനെ പല അക്കൗണ്ടിലേക്ക് മാറ്റി ഇവന്റെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെന്നറിയോ, ATM പോയി പൈസ കാലിയാക്കി കളയും അക്കൗണ്ട്. അതുകൊണ്ട് കിട്ടാൻ സാധ്യതയാ, കിട്ടിയാ 90 ഡേയ്സിനുള്ളിൽ കിട്ടും, നോക്കാന്ന് പറഞ്ഞു. അത് ചെയ്യാതിരിക്കാനാണ് പ്രിൻസ് ഇങ്ങനെ മെസ്സേജ് ചെയ്തോണ്ടിരുന്നവന്. ഇവരൊക്കെ ഗ്യാങ് ആയിരിക്കും, ഒരാളൊന്നും ഒറ്റയ്ക്കായിരിക്കില്ല, ഒരു ഗ്യാങ് ആയിരിക്കും. ഇപ്പൊ എന്താണ് ഒരു പ്രതീക്ഷയില്ല. കിട്ടി, അല്ലെങ്കിൽ പോയി അബദ്ധം പറ്റി, എനിക്കത് എന്ത് ചെയ്യാനാ, പോയി. അതല്ല, ഞാൻ വീട്ടിൽ വരുമ്പോ ഡാഡി ഇവിടെ ഇങ്ങനെ അതിന്റെ തലേ ദിവസം പ്രിയ പറഞ്ഞു, ഇങ്ങനെ ഞാൻ വിളിച്ചു, അനു വിളിച്ചു, കാശ് വേണമെന്നൊക്കെ ചോദിച്ചാല് കൊടുക്കരുത് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഇവന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോ സഹിതം വന്ന്, ഞാൻ ഫാമിലി ആയിട്ട് വന്ന് ഒരു ട്രബിളാന്ന് പറഞ്ഞ
കാശ് കൊടുക്കേണ്ടി അയച്ചു വന്നു. കൊടുക്കേണ്ടി വന്നില്ലേ? അത് കൊടുക്കാതിരിക്കുന്നത് ഇതൊക്കെ ശരിയാണ്. ഇപ്പം എന്തായാലും സംഭവിച്ചു. ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു ലെവലിൽ അത് നിർത്താൻ പറ്റി. ഇതിപ്പോ ഞാൻ പറയാം, ഞങ്ങളിപ്പം ട്രാവൽ വിത്ത് OHF എന്ന് പറഞ്ഞ ഒരു സംഭവം ട്രാവൽ ഏജൻസി ചൈനയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്യാനോ, വിസ കിട്ടിയില്ല കുറെ ഞങ്ങളുടെ കൂടെ വരുന്നവർക്ക്. ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനോ ഡേറ്റ് ചേഞ്ച് ചെയ്യാനോ ഒന്നും അവർ സമ്മതിച്ചില്ല. അപ്പൊ ഞങ്ങൾ 10 പേര് പോകേണ്ടത് ലാസ്റ്റ് ഞാനും ഒരാളും കൂടെ മാത്രമാണ് പോയത്. 8 പേരുടെ ടിക്കറ്റ്, ഏകദേശം 8 പേരുടെ ടിക്കറ്റിന്റെ പൈസ പോയതാണ്. അപ്പൊ ബിസിനസ്സും അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കപ്പെടും പൈസ പോകുന്നത് വളരെ നോർമലാണ്. പക്ഷെ ഈ സ്കാമിൽ കൂടെ പോകുമ്പോ ഭയങ്കര വിഷമമാണ്. അതാണ് നമ്മുടെ അശ്രദ്ധ കാരണം പോകുന്നതല്ല. എന്റെ ഇത് നമ്മളൊരു കോൺഫിഡന്റ് ആയിട്ട് എടുത്തായിരുന്നു. അപ്പൊ ഇതിപ്പം എന്താ പറയുന്ന ലൈഫിലുള്ളതാണ്. അല്ല ഡാഡിക്ക് അത് പറ്റിയോണ്ട് നമ്മൾ കുറച്ചും കൂടെ ഇനിയിപ്പം കെയർഫുൾ ആവണം. നിങ്ങളും ഇതുപോലെ അവയർനെസ് ആക്കി അവെയർ ആയിട്ട് തന്നെ ഇരിക്കുക. പൈസ പോവാതെ സൂക്ഷിക്കുക. ഇതുപോലെ വളരെ കെയർഫുൾ ആവുക. ഞാൻ ലാസ്റ്റ് എന്തായാലും ഇതുപോലെ വീഡിയോ ഇടാവേ. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത്. പ്രിയ എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്, വാട്സാപ്പിൽ ഷെയർ ഒക്കെ ചെയ്തിട്ട്. അല്ല അത് ഞാൻ ഇട്ടതിന് ശേഷം എത്ര പേര് എന്നോട് വന്ന് ചോദിച്ചു ചേച്ചി ഇനി എന്തൊക്കെ ഓൺ ചെയ്തിടണം. ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ഇടാവേ. ആൻഡ് ഇനിയിപ്പം എന്റെയും പൈസ പോയി, ഡാഡിയുടെയും പൈസ പോയി. ഞങ്ങൾ ഇനി അടുത്ത പൈസ ഉണ്ടാക്കാനുള്ള പുറപ്പാട്. പോയത് പോയി, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ മെയില് ഞങ്ങളും ചൈനയിൽ പോകുന്നുണ്ട്. അപ്പൊ മെയില് വരാൻ താല്പര്യമുള്ളവർ ഈ അടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഡാഡിക്കും നമ്മൾ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോയി ഈ മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി ഒരു ട്രിപ്പ് ഒക്കെ പോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഡാഡി കുഴപ്പമില്ല, ഇവിടെ വെച്ച് തീർന്നല്ലോ. അല്ല ഇത്രയല്ലേ പോയുള്ളൂ എന്ന് വിചാരിക്കും. ഡാഡിയുടെ അടുത്ത് 1 ലക്ഷമോ വല്ല കൂടുതൽ ചോദിച്ചിരുന്നെങ്കിലോ. ഫുൾ പൈസ പോയ എത്ര പേരുണ്ട്? 15 ചോദിച്ചല്ലോ എന്നാണ് ഞാൻ സമാധാനിക്കുന്നത്. അത് ആദ്യമേ വലിയ എമൗണ്ട് ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിലോ? അതൊക്കെ ടെക്നിക്കാ. അല്ല അത് ഞാൻ പറഞ്ഞു ഡാഡി വല്ല 5 or 10 വല്ല കൊടുത്താ പോരായിരുന്നോ, എന്തിനാ ഇത്ര എമൗണ്ട് കൊടുക്കാൻ പോയേ? അപ്പൊ അയാൾ എന്നോട് ഇത്രയും ചോദിച്ചു, ഇത്ര എമൗണ്ട് വേണം. ടെക്നിക്ക് ഒരാൾക്ക് എത്ര കൊടുക്കാൻ പറ്റും എന്നൊക്കെ അവർക്ക് ഒരു ഐഡിയ കാണും. എന്നിട്ട് ഇവൻ ബാക്കിയുള്ളവരോടെല്ലാം 15,000 ഒരു ടെക്നിക്കാ. അവര് നേരെ ഒരു 75,000 ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇടില്ലല്ലോ. എല്ലാരും 2 പ്രാവശ്യം അയച്ചു കൊടുക്കുകയും ചെയ്തു 15,000 വീതം. ഓക്കെ, അപ്പൊ എല്ലാരും കെയർഫുൾ ആയിരിക്കുക. ആൻഡ് ഇറ്റ് ഓൾ ഹാപ്പൻസ്. പക്ഷെ ഇതിപ്പോ അവര് അവയർനെസ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ കരുതുക. ഓക്കെ, അതിനുശേഷം ഈ ബ്ലൂ ഡാർട്ട് വിളിച്ച് OTP ചോദിച്ചാലും നമുക്ക് ടെൻഷനാ. ഇന്നൊരു ബ്ലൂ ഡാർട്ട് എന്നെ വിളിച്ച് OTP ചോദിച്ചു. വേഗം ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കും. പേടിയാ, ആരെങ്കിലും ഇപ്പൊ സ്വിഗ്ഗി വിളിച്ച് OTP ചോദിച്ചാലും നമുക്ക് പേടിയാ OTP പറയാനേ. അപ്പൊ OTP പറയുമ്പോ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പറയാ. ആമസോൺ ഒക്കെ ആകുമ്പോ അതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആദ്യമായിട്ടായിരിക്കില്ലല്ലോ വരുന്നത്. അത് അവരുടെ തന്നെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ടൈം എടുത്ത് ചെയ്യുക. വെപ്രാണോ അല്ലെങ്കിൽ തിരക്കുള്ളപ്പോൾ നിങ്ങൾക്ക് അത് പാർസൽ വന്നില്ലെങ്കിൽ എന്താണെങ്കിലും വിട്ടുകളാം. നിങ്ങൾ ടൈം എടുത്ത് ഓരോ കാര്യങ്ങളും എസ്പെഷ്യലി OTP കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. റിലാക്സ്ഡ് ആയിട്ട് ടൈം എടുത്ത് 3-4 തവണ മെസ്സേജ് വായിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മുടെ സൈബർ ക്രൈംസ് ഇതുപോലത്തെ സ്കാംസ് ഓൾ ടൈം ഹൈയിലാണ്. നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത പൈസ ആയിരിക്കും പോകുന്നത്. സോ ജസ്റ്റ് ബി കെയർഫുൾ. എന്തായാലും ഈ അടുത്ത വീഡിയോ കൂടെ കാണാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ബാൻ ചെയ്തുകൂടാ? എന്ത് സിസ്റ്റം? അല്ല ഈ OTP വഴി. പക്ഷെ OTP നമുക്കല്ല വരുന്നത്, നമ്മുടെ അശ്രദ്ധ കൊണ്ടല്ല ബാക്കിയുള്ളവർക്ക്. കറക്റ്റ്. ഈ വാട്സാപ്പില് ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യുന്നതേ ഹാക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലേ? അത് നടക്കില്ല. ഇതൊക്കെ ടെക്നോളജിയുടെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. പുതിയ ടെക്നോളജി വരുമ്പോ കാറ് മോഷണം പോകില്ലേ? പുതിയ ടെക്നോളജി വന്ന ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റാതെ വരും ടെക്നോളജി കാരണം. നമ്മൾ കെയർഫുൾ ആവും, അത്രേ ഉള്ളൂ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമുക്ക് നമ്മുടെ സൈക്കിള് നമ്മൾ 2 തവണ ലോക്ക് ചെയ്തിടും, ചെയിനും ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യാത്തത് തന്നെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇന്ന് അതിന്റെ ഒരു മോഡേൺ വേർഷൻ, അത്രേ ഉള്ളൂ. കെയർഫുൾ ആയിട്ട് ഇരിക്കും എല്ലാരും. ഞാൻ കാര്യം പറയട്ടെ, പക്ഷെ എന്നാലും ഒരു അടുത്ത സുഹൃത്ത്, ഒരു ഫാമിലി ഫ്രണ്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. സത്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ വിളിച്ചെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇതാണ് മക്കള് പറയുന്ന കേക്കണം എന്ന് പറഞ്ഞ. തലേ ദിവസം ഞാൻ പറഞ്ഞതാ, ആർക്കും പൈസ അയച്ചു കൊടുക്കില്ല. അതുകൊണ്ട് എനിക്കെന്തറിയാ, ഞാൻ ഡാഡിനെ പിറ്റേ ദിവസം ഉണ്ടല്ലോ എത്ര പ്രാവശ്യം പറഞ്ഞറിയോ, ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ കൊടുത്തേ? പ്രിയനോട് ഞാൻ എവിടെയെങ്കിലും ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡൗട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ വണ്ടി എടുത്ത് അവിടെ പോയി കൊടുക്കാം, അതാ ബെറ്റർ. ഡാഡി ആണെങ്കിൽ അതിനിടയ്ക്ക് നീ ഇത് എത്ര പ്രാവശ്യം എന്നോട് പറയണം, ഒന്നാമത് പൈസയും പോയി, എത്രാമത്തെ പ്രാവശ്യം നീ ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കണേന്ന്. Okay, so guys, bye bye. Just ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. എന്തായാലും
ബാക്കിയുള്ള എന്റെ അക്കൗണ്ടിനെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് activate ചെയ്ത് കൊടുക്കാം ഇലക്ട്രിസിറ്റി കേട്ടോ. ബില്ല് പേ ചെയ്യണം, എനിക്ക് ഒരുപാട് പേയ്മെന്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ബൈ ബൈ. ശരി ബൈ.